Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ ആസ്കിപ്പല്ലേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ ജിജി ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? എല്ലാവരുടെയും ക്ലാസ് തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണ്. ശരി, കുറച്ച് പേരുള്ളൂ. എന്ത് പറ്റി? ലേറ്റ് ആയി പോയോ? കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴേക്കും ജോയിൻ ചെയ്യായിരിക്കും അല്ലേ? ഓക്കെ, അതൊക്കെ പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും അല്ലെ? എന്റെ ഇടയിൽ കയറുന്നവർക്ക് അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞത് പർച്ചേസ് ഓർഡറിനെ പറ്റിയായിരുന്നു അല്ലെ? പർച്ചേസ് ഓർഡറിനെ പറ്റിയിട്ട് നമ്മൾ ഡിപ്ലോമയില് മെറ്റീരിയൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ബയ്യർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമുക്കറിയാം ഒരു ബയ്യറിനും സെല്ലറിനും ഒരുപോലെ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് കൂടിയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടു വാട്ട്സ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ അല്ലെ? പർച്ചേസ് ഓർഡറിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ആണ് അല്ലെ? പല ടൈപ്പുകള് പർച്ചേസ് ഓർഡറുകൾ നമ്മൾ പരിചയപ്പെട്ടു. പ്രധാനമായിട്ട് നമ്മൾ 4 ടൈപ്പാണ് പരിചയപ്പെട്ടത് അല്ലെ? ഓർമ്മയുണ്ടല്ലോ? സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ, പ്ലാൻഡ് പർച്ചേസ് ഓർഡർ, ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ, ദെൻ കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. അങ്ങനെ 4 ടൈപ്പ് പർച്ചേസ് ഓർഡറുകൾ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് യൂസസ് ഫോർ എ പർച്ചേസ് ഓർഡർ ആണ് അല്ലെ? ഒരു പർച്ചേസ് ഓർഡറിന്റെ പ്രയോജനങ്ങള് അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? നമ്മൾ പറഞ്ഞു കംപ്ലീറ്റിംഗ് ഓഡിറ്റ്, പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ട്രാക്കിംഗ് ഓർഡേഴ്സ് ആൻഡ് അവോയ്ഡിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡേഴ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വായിച്ചു നോക്കിയോ എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ഓക്കെ, മനസ്സിലായോ? അത്രയും ഭാഗങ്ങള് ക്ലിയർ അല്ലേ? PG ആയതുകൊണ്ട് തന്നെ ഡെയിലി എടുക്കുന്ന പോർഷൻസ് ഒരു തവണയെങ്കിലും വായിക്കണം കേട്ടോ. എനിക്കത് മറന്നു പോകും നമ്മള്. പക്ഷെ അതായത് കാര്യം നമുക്ക് വയ്യാണ്, ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെ? അപ്പൊ എല്ലാ ടീച്ചേഴ്സും എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ മിസ്സുമാരും എടുക്കുന്ന ഭാഗങ്ങള് ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും വന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വായിച്ച് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ മലയാളത്തിൽ എവിടെയൊന്നും ചെയ്തിട്ട് വെച്ചേക്കാം കേട്ടോ. കാരണം എക്സാമിന്റെ സമയത്ത് എല്ലാം കൂടി എടുത്ത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിലേ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് വാട്ട് ഈസ് ദ പർച്ചേസ് ഓർഡർ പ്രോസസ്. എന്താണ് ഒരു പർച്ചേസ് ഓർഡർ പ്രോസസ്? അപ്പൊ അതിനകത്ത് വേറെ പുതിയതായിട്ട് യാതൊരു പോയിന്റുകളും അതിനകത്ത് പറയുന്നില്ല. നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളില്ലേ? പർച്ചേസ് ഓർഡർ എന്താണ്, പർച്ചേസ് ഓർഡറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം തന്നെ കൺക്ലൂഡ് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ പുതിയതായിട്ട് പ്രത്യേകിച്ച് പോയിന്റ്സുകളൊന്നും അതിന് എടുത്ത് പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. പർച്ചേസ് ഓർഡേഴ്സ് ഇൻഡിക്കേറ്റ് ദ ടൈപ്സ്, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ബീയിങ് ബ്രോട്ട് അല്ലെ? നമുക്കറിയാം ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് അതെന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് അല്ലെ? നമുക്കറിയാം വാട്ട്സ് ബീയിങ് പർച്ചേസ്ഡ്, നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തത്, നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകൾ അല്ലെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൈസ്, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ, അതിന്റെ പേയ്മെന്റ് ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡറിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്.
ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇനി മാത്രമല്ല, the purchase order that will be sent to the seller and is created by the buyer. നമ്മുടെ ഡിപ്ലോമ തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് that is created by the buyer ആണ്, വാങ്ങുന്നയാളാണ് അല്ലെ. അവരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പിന്നീട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, സെല്ലറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് മാത്രമല്ല, it commits the buyer to paying the seller for the goods or services sent or rendered. അല്ലെ, നമുക്കറിയാം ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അതൊരു എഗ്രിമെന്റ് ആണ് അല്ലെ, ഒരു ലീഗൽ എഗ്രിമെന്റ് ആണെന്നും അത് ബയ്യർക്കും സെല്ലറിനും ഒരുപോലെ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പോ ഈ ഒരു പർച്ചേസ് ഓർഡറിലൂടെ ഒരു ബയ്യർക്ക് അവര് സെല്ലറിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് പണമടയ്ക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിജ്ഞാബദ്ധത ബയ്യർക്ക് നൽകുന്നുണ്ട് അല്ലെ. അത് ബയ്യറിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതോടൊപ്പം തന്നെ സെല്ലർ കറക്റ്റ് സമയത്തിന് നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ബയ്യർക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇത് പർച്ചേസ് ഓർഡർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് നമ്മളൊരു സെല്ലറിൽ നിന്നും വാങ്ങുന്ന, നമ്മൾ കൈപ്പറ്റുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ബയ്യർ പണം അടയ്ക്കുന്നതിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഈ ഒരു എഗ്രിമെന്റിലൂടെ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നെക്സ്റ്റ് നോക്കാം. പർച്ചേസ് ഓർഡേഴ്സ് എൻഷുർ ദാറ്റ് ദ ഡോക്യുമെന്റേഷൻ എക്സിസ്റ്റ് സോ ദാറ്റ് ദ സെല്ലർ വിൽ ബി പെയ്ഡ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കൺഫേംസ് എ പർച്ചേസ് അല്ലെ. അത് ഒരു പർച്ചേസ് കൺഫേം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ദ സെല്ലർ ഗെറ്റ് പെയ്ഡ്. സെല്ലർക്ക്, അതായത് വിൽപ്പനക്കാരന് അവർ കൊടുത്ത സേവനങ്ങൾക്കും സാധനങ്ങൾക്കുമുള്ള പേയ്മെന്റ് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് പർച്ചേസ് ഓർഡർ ആണ് അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കൺഫേംസ് പർച്ചേസ്, പർച്ചേസിന് അത് കൺഫേം ചെയ്യുന്നു. ആൻഡ് എൻഷുവേഴ്സ് ദ സെല്ലർ ഗെറ്റ് പെയ്ഡ് അല്ലെ. സെല്ലർക്ക് അവർക്ക് എന്താണ് പേയ്മെന്റ് ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഇനി ആ ഒരു പർച്ചേസ് വളരെ ഇമ്പോർട്ടന്റ് അല്ലെ, എന്തുകൊണ്ടാണ് ഈ പർച്ചേസ് ഓർഡർ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാനുള്ള കാരണം എന്താണ്, അതാണ് അവിടെ ബാക്കി പറയുന്നത്. നോക്കുക, purchase order serves to both help buyers with their budgeting and allows them a way to track purchase. അതായത് ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഹെൽപ്സ് ദ ബയർ ടു ട്രാക്ക് ദ പർച്ചേസ് അല്ലെ. ഈ പർച്ചേസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് സ്റ്റിക്ക് വിത്ത് ദെയർ ബഡ്ജറ്റ് അല്ലെ. അതായത് ഒരു ബയറിനെ സംബന്ധിച്ച് അവരുടെ പർച്ചേസിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതോടൊപ്പം അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊണ്ട് ഒരു ബയ്യറിനെ സംബന്ധിച്ച് അവരുടെ ബഡ്ജറ്റിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അവരുടെ ബഡ്ജറ്റിനോട് ചേർന്ന് ബഡ്ജറ്റിനനുസരിച്ചുകൊണ്ട് അവരുടെ പർച്ചേസുകൾ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പർച്ചേസ് ഓർഡർ ബയ്യറിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇറ്റ് ഹെൽപ്സ് ദ ബയ്യർ ടു ട്രാക്ക് ദ പർച്ചേസസ് ആൻഡ് സ്റ്റിക്ക് വിത്ത് ദെയർ ബഡ്ജറ്റ് അല്ലെ. അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ബയ്യറിന്റെ ബഡ്ജറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പർച്ചേസുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താ പറയുന്നത്, this sort of documentation is essential for the audits and end of year fiscal analysis അല്ലെ. എന്ന് പറഞ്ഞാല് it is essential for the audits and the financial checks അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തിന് അത്യാവശ്യമാണ്, it is essential for the ഓഡിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ചെക്ക് അല്ലെ. ഓഡിറ്റുകൾ നടത്താനും ഫിനാൻഷ്യൽ പരിശോധനകൾ നടത്തുന്നതിനുമൊക്കെ പർച്ചേസ് ഓർഡർ വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. അടുത്ത എന്താണ്, ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് അഗെയിൻസ്റ്റ് ആൻ ഇൻവോയ്സ് ടു എൻഷുർ ദാറ്റ് കോസ്റ്റ് വർ വാട്ട് വാസ് എക്സ്പെക്ടഡ് അല്ലെ. അത് മാത്രമല്ല, ഇറ്റ് അലൗസ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എക്സ്പെക്ടഡ് കോസ്റ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കോസ്റ്റ് എത്രയായിരിക്കും, ഇനി ആക്ച്വൽ കോസ്റ്റ് എത്രയായിരിക്കും എന്നത് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യാൻ ഒരു കമ്പാരിസണിയും എന്ത് സാധിക്കുന്നുണ്ട്, പർച്ചേസ് ഓർഡറിലൂടെ നമുക്ക് സാധിക്കും അല്ലെ. ഒരു പർച്ചേസ് ഓർഡറിലൂടെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോസ്റ്റ് എത്രയാണ്, ഇനി ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്. അപ്പൊ അവ തമ്മിലുള്ള പരസ്പര കമ്പാരിസൺ എന്ത് സഹായിക്കുന്നുണ്ട്, പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങള് ഒരു പർച്ചേസ് ഓർഡറിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ് ഹെൽപ്സ് ദ ബയർ ടു ട്രാക്ക് ദ പർച്ചേസസ് ആൻഡ് സ്റ്റിക്ക് വിത്ത് ദെയർ ഓഡിറ്റ്സ് അല്ലേ. പിന്നെ രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്,
It is essential for the audits and financial checks. ഫിനാൻഷ്യൽ പരിശോധനകൾക്കും ഓഡിറ്റിനും ഇത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പർച്ചേസ് ഓർഡർ അലൗസ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എക്സ്പെക്ടഡ് കോസ്റ്റ്. അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസനെ എന്ത് സഹായിക്കുന്നുണ്ട്? പർച്ചേസ് ഓർഡർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Such as consider this purchase order example. നമ്മൾ ഈ പറഞ്ഞ purchase order തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. Okay, a construction company might need to purchase various supplies such as wood, paint or tools. The manager or buying department at the company would create a purchase order for their supplier when the items are requested, so that both the parties can track what has been requested and what is ordered. അല്ലെ, വേറൊന്നുമല്ല, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, ആ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കുറച്ച് സപ്ലൈസ് അവർക്ക് ആവശ്യമുണ്ട്. ഈ പറയുന്ന പോലെ മരം ആവശ്യമുണ്ട്, പെയിന്റ് ആവശ്യമുണ്ട്, മറ്റു പല ടൂൾസുകളൊക്കെ അവർക്ക് ആവശ്യമുണ്ടെന്ന് ഇരിക്കട്ടെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ നമ്മുടെ എന്താണ് മെറ്റീരിയൽ മാനേജർ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യും? ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. അല്ലെ, സെല്ലറിനോട് ഇന്ന സാധനങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബയറൊരു അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ മാനേജർ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെ, സാധനങ്ങൾ സേവനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്. So that both parties can track what has been requested. അപ്പൊ ബയ്യർക്കും അതുപോലെ തന്നെ സെല്ലർക്കും എന്തൊക്കെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വേറെ അഡീഷണൽ പോയിന്റുകളൊന്നും നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. പർച്ചേസ് ഓർഡറിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? മനസ്സിലായോ കാര്യങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒന്ന് വായിച്ചു. വായിച്ചു നോക്കിയല്ലോ? ക്ലിയർ ആണല്ലോ അത്രയും ഭാഗങ്ങള്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫീച്ചേഴ്സ് ഓഫ് എ പർച്ചേസ് ഓർഡർ ആണ് കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിന്റെ ഫീച്ചേഴ്സുകള്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കേട്ടോ? നോക്കാം. There are a few essential elements of a purchase order കേട്ടോ. നമുക്കറിയാം ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ചില പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതില് ഒന്നാമത്തെ ആളാണ് these include a unique order number for each record for easy record keeping. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിനകത്ത് എന്തുണ്ടായിരിക്കും? ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് എ യുണീക് ഓർഡർ നമ്പർ. അല്ലെ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും. ലൈക്ക് എന്താണ്? ഒരു സ്പെഷ്യൽ ഐഡി ഫോർ ഈച്ച് പർച്ചേസ്. അല്ലെ, അതായത് നമ്മൾ ഓരോ പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐഡി നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു പർച്ചേസ് നടത്തുന്നു, അതിനൊരു സ്പെഷ്യൽ ഐഡി നമ്പർ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡർ നമ്പർ ആണത് കേട്ടോ. അത് ആ പർച്ചേസ് ഓർഡർ നമ്പർ ആണ്, അത് യുണീക്ക് ആയിട്ടുള്ള ഐഡി നമ്പർ ആണ് കേട്ടോ. അപ്പോൾ ഈച്ച് പർച്ചേസ്, ഓരോ പർച്ചേസ്, അപ്പൊ അത് നമ്മള് എന്തിനെ സഹായിക്കുന്നുണ്ട്? ആ യുണീക്ക് ആയിട്ടുള്ള ഓർഡർ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈസി ഫോർ റെക്കോർഡ് കീപ്പിംഗ്. അല്ലെ, അതെന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഫോർ കീപ്പിംഗ് ദ റെക്കോർഡ്സ് ഓഫ് ട്രാക്കിംഗ്. അല്ലെ, ട്രാക്കിംഗ് പർച്ചേസസ്, നമ്മൾ ഈ പർച്ചേസസിനൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഡർ നമ്പർ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്ഫുൾ ആണ്. അല്ലെ, വളരെയധികം അതിന് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, the numbers will grow over time as additional purchases are made by different buyers. അത് മാത്രമല്ല, നമുക്ക് ആ ഒരു യുണീക്ക് ഓർഡർ നമ്പറിലൂടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇറ്റ് ഹെൽപ്സ് ടു എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് ദ പർച്ചേസസ്. അല്ലെ, പർച്ചേസസിനെ അല്ലെങ്കിൽ ഓർഡർ ആ ഒരു പർച്ചേസസിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ആ ഓർഡർ നമ്പർ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഇറ്റ് ഹെൽപ്സ് ഫോർ ഓർഗനൈസിംഗ് ദ പർച്ചേസസ് that is made by the different buyers.
അതായത് വിവിധ ബയേഴ്സുകള് അവരുടെ പർച്ചേസുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ആ ഒരു യുണീക്ക് ഓർഡർ നമ്പർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് കൊടുക്കാണ്? ഒരു സ്പെഷ്യൽ ID ഫോർ ഈച്ച് പർച്ചേസ്. ഓരോ പർച്ചേസിന് നമ്മൾ ഒരു സ്പെഷ്യൽ ID നമ്പർ കൊടുക്കുകയാണ്, ഒരു യുണീക്ക് ഓർഡർ നമ്പർ കൊടുക്കുകയാണ്. ആ ഓർഡർ നമ്പറിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് ദ പർച്ചേസസ്. ഒന്ന് പർച്ചേസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഫോർ ഓർഗനൈസിംഗ് ദ പർച്ചേസസ് ദാറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ഡിഫറെന്റ് ബയേഴ്സ്. വിവിധ ബയേഴ്സുകള് അവരുടെ പർച്ചേസസുകളെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന ഓർഡർ നമ്പർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? The numbers will grow over time as additional purchases are made by different buyers. നമ്മൾ ഇങ്ങനെ ഓരോ പർച്ചേസസും ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ആ ഓർഡർ നമ്പറുകൾ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ ഓരോ പർച്ചേസിനും ഒരു ഓർഡർ നമ്പർ കൊടുത്താണ്. അതിന് എത്രത്തോളം നമ്മൾ പർച്ചേസസ് നടത്തുന്നോ അത്രത്തോളം എന്താണ് ഓർഡർ നമ്പേഴ്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നോക്കാം, other important aspects of the purchase order include. ഇനി ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തുന്ന ഒരു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വശങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? നമുക്കറിയാം ഒരു പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ്. അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാണ്ടിറ്റി അല്ലെ, അളവുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് വിശദമാക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. അത് നമ്മൾ അതുപോലെ നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഗുഡ്സിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതുമായി അതിന്റെ ചില വിശദാംശങ്ങൾ നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്? പർച്ചേസ് ഓർഡറിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡ് നെയിംസ് ഓർ മോഡൽ നമ്പർ അല്ലെ, നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ ബ്രാൻഡ് നെയിമുകള്, മോഡൽ നമ്പർ, പിന്നെ പ്രൈസ്, അതിന്റെ വില അല്ലെ, പിന്നെ ഡെലിവറി ഡേറ്റ്, എന്നാണ് ഈ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്, ഡെലിവറി ഡേറ്റ്, പിന്നെ ലൊക്കേഷൻ, എവിടെയാണ് നമ്മൾ ഇത് ഡെലിവറി ചെയ്യേണ്ടത്, അതിന്റെ ലൊക്കേഷൻ, പിന്നെ എന്താണ്? നെയിം ആൻഡ് ബില്ലിംഗ് അഡ്രസ് ഓഫ് ദ ബയർ അല്ലെ, ബയറിന്റെ പേരും അവരുടെ അഡ്രസ്സും, അതുപോലെ തന്നെ നെയിം ആൻഡ് പേയ്മെന്റ് റിസീപ്റ്റ് അഡ്രസ് ഓഫ് ദ സെല്ലർ. അതായത് ഈ പറയുന്ന സെല്ലറിന്റെ പേരും അവരുടെ അഡ്രസ്സും. പിന്നെ വരുന്നത് പേയ്മെന്റ് ടേംസ് ആണ്. ഇഫ് എനി, such as pay on delivery or payment within 30 days. പിന്നെ പേയ്മെന്റ് ടേംസ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ചിലത് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ, സാധനങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പേയ്മെന്റ് നടത്തണം. മറ്റു ചിലത് നമ്മൾക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിന് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് നടത്തിയാൽ മതി. അപ്പൊ ഓരോ പേയ്മെന്റ് ടേംസ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ചില നമ്മൾ പറയില്ലേ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് കേട്ടിട്ടില്ലേ? ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കണം. ചിലതിന്റെ പേയ്മെന്റ് ടേംസ് അങ്ങനെയാണ്, മറ്റു ചിലതിന് അങ്ങനെയല്ല. നമ്മൾ സാധനങ്ങൾ സേവനങ്ങൾ കൈപ്പറ്റിയതിന് ശേഷം ഒരു 30 ദിവസത്തിനുള്ളിലൊക്കെ പേയ്മെന്റ് ചെയ്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. അതായത് നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണ്. പിന്നെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഷിപ്മെന്റ് ഡീറ്റെയിൽസുകളൊക്കെയാണ് പിന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ വരുന്നത് എനി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് കൂടാതെ ഈ പറയുന്ന പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? അതായത് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് എ പർച്ചേസ് ഓർഡർ ആണ്. പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ആസ്പെക്റ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസ് പർച്ചേസ്ഡ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, ബ്രാൻഡ് നെയിംസ് ഓഫ് മോഡൽ നമ്പർ, പ്രൈസ്, ഡെലിവറി ഡേറ്റ്, ലൊക്കേഷൻ, നെയിം ആൻഡ് ബില്ലിംഗ് അഡ്രസ് ഓഫ് ദ ബയർ, name and payment receipt address of the seller, payment terms, date of issue, shipping details, and any terms and conditions related to the purchase order. ഇനി എന്താണ് പറയുന്നത്? An integral part of the purchase order procedure is checking the above before submitting your purchase order to be sure all the elements are contained there. നമ്മൾ ഈ പറയുന്ന എല്ലാ എലമെന്റ്സുകളും ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡർ പ്രൊസീജിയർ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ പറയുന്ന മുകളിൽ പറയുന്ന എല്ലാ എലമെന്റ്സുകളും ആ ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്
ഉറപ്പുവരുത്തുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കാനായിട്ട് ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. പർച്ചേസ് ഓർഡർ കേട്ടോ. നോക്കി, ആദ്യം തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയ്സ് 2022 CPP BO Lab 29. ഓക്കെ, അപ്പൊ അത് എയ്സ് എന്ന് പറഞ്ഞ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റുകളും അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഓഫ് 20th April 2020. അതായത് നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 20th April 2022. ആർക്കാണ് നമുക്കറിയാം, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ബയർ ആണ്. അത് സെല്ലർക്ക് എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ ആർക്കാണ്, ഏത് സെല്ലർക്കാണ് നമ്മൾ അയക്കുന്നത്? 2 അഡ്രസ് നോക്കിയേ. ദ പർച്ചേസ് മാനേജർ, മെട്രോണിക് മെഡിക്കൽ സപ്ലൈസ്. പർച്ചേസ് മാനേജർ എന്ന് ഒരുമിച്ചാണ് കേട്ടോ. ദ പർച്ചേസ് മാനേജർ, മെട്രോണിക് മെഡിക്കൽ സപ്ലൈസ്, 3rd floor ഒയാസിസ് ബിൽഡിംഗ് കൊച്ചി. സബ്ജക്ട് എന്താണ്? പർച്ചേസ് ഓർഡർ ഫോർ ദ സപ്ലൈ ഓഫ് മെഡിക്കൽ ഡിസ്പോസബിൾസ് കേട്ടോ. മെഡിക്കൽ ഡിസ്പോസബിൾസിനുള്ള ഒരു സപ്ലൈ ഓർഡർ ആണ് പർച്ചേസ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. റെഫറൻസ് കൊടുക്കുന്നത് യുവർ പ്രൊഫോമ ഇൻവോയ്സ് നമ്പർ 8/2022, ഡേറ്റഡ് 1/4/2020. ഓക്കെ, ദെൻ അവിടെ കണ്ടന്റ് പറയുന്നുണ്ട്, ഡിയർ സർ, this is with reference to the series of discussions we had with you on the above subject. നമ്മൾ മുകളിൽ പറഞ്ഞ വിഷയത്തിനെ സംബന്ധിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ചർച്ചകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. Subsequent to the discussion, your performa invoice referred above has been evaluated by our panel of experts and have finally decided to enter into a mutually acceptable agreement for the supply of the under mentioned product on the following terms and conditions of the same. നമ്മൾ ആ കണ്ടന്റ് പറയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഡിസ്കഷന് സബ്സീക്വന്റ് ആയിട്ട് ഡിസ്കഷനെ കുറിച്ചിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളില് പെർഫോമ, അതായത് നിങ്ങളുടെ പെർഫോമ ചിലപ്പോൾ അതിന്റെ കമ്പനിയുടെ നെയിം ആയിരിക്കാം, സപ്ലയറിന്റെ പേരായിട്ട് മീൻസ് അവരുടെ ആ ഒരു വെണ്ടറിന്റെ പേരായിരിക്കാം, അയാളുടെ പേരല്ല, ആ സ്ഥാപനത്തിന്റെ സപ്ലയറിന്റെ പേരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ പെർഫോമ ഇൻവോയ്സ് അല്ലെ, നിങ്ങളുടെ ബില്ലുകള് ഞങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്തു. ഞങ്ങളുടെ എക്സ്പേർട്ട് പാനൽ അല്ലെ, ഞങ്ങളുടെ പാനൽ ഓഫ് എക്സ്പേർട്സ് അത് ഇവാലുവേറ്റ് ചെയ്തതിന്റെ ബേസില് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടാനായിട്ട് തയ്യാറാണ്. സാധനങ്ങള് സേവനങ്ങൾ വാങ്ങുന്നതിനുള്ള മ്യൂച്വലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എഗ്രിമെന്റിൽ ഏർപ്പെടാൻ നിങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് പർച്ചേസ് ഓർഡർ ആണ് അല്ലെ. Hence we are pleased to place our purchase order in your favor. അതിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ എന്താണ് പർച്ചേസ് ഓർഡർ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാണ് എന്ന ഒരു കണ്ടന്റ് അവിടെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നോക്കിയേ, ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ലിസ്റ്റ് തന്നെ അവിടെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. അതിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, റേറ്റ് പറയുന്നുണ്ട്, ക്വാണ്ടിറ്റി പറയുന്നുണ്ട്, ഉൾപ്പെടെ അല്ലെ ആ പ്രോഡക്റ്റിന്റെ ടൈപ്പ്, ഏത് പ്രോഡക്റ്റ് ആണ്, അതിന്റെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിളിലാക്കിയിട്ടുണ്ട്. നമുക്ക് നെയിം ഓഫ് കമോഡിറ്റി, സ്പെസിഫിക്കേഷൻ, എന്ത് ഫീച്ചർ ഉള്ള അല്ലെങ്കിൽ എന്ത് പ്രത്യേകതകളുള്ള കമോഡിറ്റീസ് ആണ് ആവശ്യമായിട്ടുള്ളത്, അതിന്റെ റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഉണ്ടോ. സയന്റിഫിക് ടു 4000 100 ക്വാണ്ടിറ്റി ആണ് ആവശ്യം. അപ്പൊ നോക്കി എത്ര ലക്ഷമാണ് വന്നിട്ട് 4 lakh rupees. Then stethoscope electro 451 GB 2000 range ആണ്, ക്വാണ്ടിറ്റി 200, അതിനും 4 lakh ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തെർമോമീറ്റർ സയന്റിഫിക് 320. ഓക്കെ, 150 rupees ആണ് റേറ്റ് പറയുന്നത്, ക്വാണ്ടിറ്റി 1000 ആണ്, 15,000. Then ടോട്ടൽ ഗ്രോസ് എമൗണ്ട് വന്നിരിക്കുന്നത് എത്രയാണ്, 9,50,000 ആണ് ടോട്ടൽ ഗ്രോസ് എമൗണ്ട് വന്നിരിക്കുന്നത്. അതിൽ 50,000 ഡിസ്കൗണ്ട് ചെയ്ത് പിന്നെ ടോട്ടൽ എമൗണ്ട് വേരിയബിൾ ആയിട്ടുള്ളത് എത്രയാണ്, 9 lakh ആണ് കേട്ടോ, 9 lakh ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെ പേരുകള്, അതിന്റെ ഫീച്ചേഴ്സ്, റേറ്റ്, ക്വാണ്ടിറ്റി ഉൾപ്പെടെ കൃത്യമായിട്ട് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കറിയാം ആ ഒരു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസുകളാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യം എല്ലാ എലിമെന്റ്സുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ.
നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ ടൈപ്പ്, പ്രൈസ്, ക്വാണ്ടിറ്റി അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്തണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പൊ അതിനൊരു അതെ കഴിഞ്ഞിട്ടില്ല. പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ പർച്ചേസ് ഓർഡറും ഒരുപോലെയാണെന്നല്ലാട്ടോ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്കൊരു പർച്ചേസ് ഓർഡർ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സാമ്പിൾ മാത്രമാണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒന്നാമത്തെ നോക്കിയേ, ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കബിൾ ടാക്സസ് പ്രിവെയിലിംഗ് അറ്റ് ടൈം ഓഫ് ഡെലിവറി ആൻഡ് ബില്ലിംഗ് ക്യാൻ ബി ലെവീഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ലെവീഡ് മീൻസ് ചാർജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളും നിബന്ധനകളും ആണ് പറയുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സാധനങ്ങള് വിതരണം ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിരക്കുകൾ അനുസരിച്ച് നികുതികൾ അടയ്ക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ബയ്യർ ബാധ്യസ്ഥനാണ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആപ്ലിക്കബിൾ ടാക്സസ് പ്രിവെയിലിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. മനസ്സിലായോ? നമ്മൾ സാധനങ്ങള് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിരക്കുകൾക്കനുസരിച്ച് നികുതി അടയ്ക്കാനായിട്ട്, ടാക്സ് അടയ്ക്കാനായിട്ട് ആര് ബാധ്യസ്ഥനാണ്? ബയ്യർ ബാധ്യസ്ഥനാണ്. ആൻഡ് ബില്ലിംഗ് ക്യാൻ ബി ലെവീഡ് കേട്ടോ. അപ്പൊ ആ ഒരു ടാക്സസ്, നികുതി എന്ന് പറയുന്നത് ഈ ഒരു പർച്ചേസ് കോസ്റ്റിനോടൊപ്പം എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കൂ, ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. The rate contract is applicable for a period of 1 year from the date of purchase order. റേറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ എന്താണ്? എഗ്രീഡ് പ്രൈസസ് ആണ്. അതായത് നമ്മൾ ഇത്ര രൂപയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ അല്ലെ. അപ്പൊ ഇതിന് പറയുന്നത് ഈ ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് കൃത്യം 1 വർഷ കാലയളവിലേക്ക് ആ ഒരു എഗ്രീഡ് പ്രൈസസ് അതേപടി തുടരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മളൊരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് തൊട്ട് കൃത്യം 1 വർഷ കാലയളവിന് വരെ അതിന് പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന ആ പ്രൈസസ് അതേപടി തുടരും. ഓക്കെ, അതായത് നമുക്ക് ആ 1 വർഷ കാലയളവില് ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഏതുവരെ? 1 ഇയർ കാലയളവ് വരെ. ഞാൻ പറയാണ്, ഇത് എല്ലാ പർച്ചേസ് ഓർഡറിലും ഇതുപോലെ ആവണമെന്നില്ലാട്ടോ. ഇതിപ്പോ ഏതൊരു കമ്പനി അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പർച്ചേസ് ഓർഡറിന്റെ ഒരു സാമ്പിൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിന്റെ അർത്ഥം എല്ലാ പർച്ചേസ് ഓർഡറും ഇങ്ങനെ ആയിരിക്കുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായോ? The rate contract, that means agreed prices that is applicable for a period of 1 year from the date of purchase order. അതായത് നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് കൃത്യം 1 വർഷ കാലയളവ് വരെ ആ എഗ്രീഡ് പ്രൈസസ് അല്ലെ, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസസ് അതേപടി തുടരും എന്നാണ് പറയുന്നത്. ആ 1 വർഷ കാലയളവില് നമുക്ക് ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അനുസരിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനായിട്ട് സാധിക്കും. ആ പ്രൈസിന് എത്ര കാലയളവ് വരെ വാലിഡിറ്റി ഉണ്ട്? 1 വർഷ കാലയളവ് വരെ ആ ഒരു പ്രൈസിന് വാലിഡിറ്റി കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നോ ചേഞ്ചിങ് ദ റേറ്റ് ഓർ ആൾട്രേഷൻ ഇൻ ക്വാളിറ്റി വിൽ ബി അലൗഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസ്. എന്ന് പറഞ്ഞാല് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഓർ ആൾട്രേഷൻ ഇൻ എനി സർക്കംസ്റ്റൻസ്. നമ്മൾ പറഞ്ഞല്ലോ 1 വർഷ കാലയളവ് വരെ ആ എഗ്രീഡ് പ്രൈസസ് അതേപടി തുടരും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരു സർക്കംസ്റ്റൻസിലും യാതൊരു സാഹചര്യത്തിലും അതിന്റെ റേറ്റിലോ പ്രൈസിലോ യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ ആൾട്രേഷൻസോ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നാലാമത്തെ നോക്കിയേ, ഡെലിവറി സംബന്ധിച്ചാണ് പറയുന്നത്. ഡെലിവറി
സബ്ജക്ട് ടു അവർ റിക്വയർമെന്റ് വിച്ച് വിൽ ബി ഇന്റിമേറ്റഡ് ടു യു എവറി മന്ത്. അതായത് ഒരു ബയ്യറിന്റെ പ്രതിമാസ ആവശ്യകതകൾക്ക് അനുസരിച്ച് കൊണ്ടാണ് സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. അവരെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ എന്താണ് ഓരോ മാസത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ബയ്യറിന്റെ പ്രതിമാസ ആവശ്യകതകൾക്ക് അനുസരിച്ച് കൊണ്ടാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് അവരെ അറിയിക്കുകയും ചെയ്യും. പിന്നെന്താണ്? പേയ്മെന്റ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി ആൻഡ് റേസിംഗ് ഓഫ് ഇൻവോയ്സ്. അതായത് ഈ സാധനങ്ങളും സേവനങ്ങളും കൈപ്പറ്റിയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ അത് എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് നടത്തിയാൽ മതി. ചിലത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും. ഡെലിവറി ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ പൈസ കൊടുക്കണം. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? പേയ്മെന്റ് ഒരു 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്താൽ മതി. സാധനങ്ങളും സേവനങ്ങളും കൈപ്പറ്റിയതിനു ശേഷം 1 month വരെ 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് ചെയ്താലായിട്ട് മതിയാവുന്നതാണ് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ഇൻവോയ്സ് ഷുഡ് ബി ഇൻ ട്രിപ്ലിക്കേറ്റിംഗ് അവർ നെയിം. അതാണ് ഇൻവോയ്സ് ഷുഡ് ബി ഇൻ ട്രിപ്ലിക്കേറ്റിംഗ് അവർ നെയിം. അതായത് ഇൻവോയ്സ് എന്ന് പറഞ്ഞ എന്താണ്? ബില്ലാണ് അല്ലെ? ബില്ല് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ഇൻ ദ നെയിം ഓഫ് ബയ്യർ. വാങ്ങുന്നയാളുടെ പേരിലോ അല്ലെങ്കിൽ വാങ്ങുന്ന സ്ഥാപനത്തിന്റെ പേരിലായിരിക്കണം ഈ പറയുന്ന ബില്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് ടു ബി അറ്റാച്ച്ഡ് അലോങ് വിത്ത് ദ ഡെലിവറി. അല്ലെ? നമ്മൾ സാധനങ്ങള് ഡെലിവറി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദ സെല്ലർ ഷുഡ് പ്രൊവൈഡ് ദ പ്രൂഫ് ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെ? അവര് കൊടുക്കുന്ന ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മയ്ക്ക് ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ അത് എന്ത് കൊടുത്തിരിക്കണം? ആ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ പാക്കിംഗ് ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് ഇൻ ഡീറ്റെയിൽ. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പാക്കിംഗ് ലിസ്റ്റും അല്ലെ? പാക്കിംഗ് ലിസ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം പാക്കിംഗ് ലിസ്റ്റും അറ്റാച്ച് ചെയ്തിരിക്കണം. അല്ലെ? നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യപ്പെട്ടു അതിന്റെ കൃത്യമായിട്ട് ഷിപ്മെന്റ് ഡീറ്റെയിൽസും പാക്കിംഗ് ലിസ്റ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഡെലിവറിയെ സംബന്ധിച്ച് പറയുന്നത് നോക്കിയേ, വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻഡന്റേഷൻ. നമ്മൾ ആ ഒരു ഇൻഡന്റേഷൻ ആ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 7 ദിവസങ്ങൾക്കുള്ളിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഓക്കെ, എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ചിലടത്ത് 7 തന്നെ ആവണമെന്നില്ല, ചിലർക്ക് കുറച്ചും കൂടെ വൈകും. എന്തായാലും ആ ഇൻഡന്റേഷൻ ആ റിക്വസിഷൻ കൊടുത്ത ഡേറ്റിൽ നിന്നും വിത്തിൻ 7 daysനുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ വിതരണം ചെയ്തിരിക്കും. പിന്നെന്താണ്? ഗുഡ്സ് ഷുഡ് ബി ഇൻഷുർഡ് ആൻഡ് ഡെലിവേർഡ് അറ്റ് എൻ എക്സ്ട്രാ കോസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ സെല്ലർ കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തില് നമ്മൾ ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോസോ ഡാമേജോ എന്തെങ്കിലും റിസ്കുകളൊക്കെ വരികയാണെങ്കിൽ അതിനേക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഇൻഷുറൻസ് കവറേജും അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഷുറൻസ് കവറേജിനുള്ള തുക എന്ത് ചെയ്യും? എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് ഈ ഒരു പർച്ചേസ് കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വെറുതെ ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കൂലല്ലോ. ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതിനുള്ള പൈസ എന്തിന് ഈടാക്കും? പർച്ചേസ് കോസ്റ്റിനകത്ത് ഈടാക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ 11ാമത്തെ. ഫോഴ്സ് മേജർ ക്ലോസ് വിൽ ബി അപ്ലിക്കബിൾ. ഇതാണ് ഫോഴ്സ് മേജർ ക്ലോസ് വിൽ ബി അപ്ലിക്കബിൾ. ഒരു സംശയമുണ്ട്, ഇത് എന്താണ് ഈ ഫോഴ്സ് മേജർ ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട, ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് നമ്മൾ ഈ ഒരു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. അതിൽ നിന്നും ഈ പറയുന്ന ബയ്യർക്കും സെല്ലറിനും ആ ഒരു സംരക്ഷണം ഉറപ്പ് നൽകുന്ന ഒരു ക്ലോസ് ആണ് ഫോഴ്സ് മേജർ ക്ലോസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേൾക്കുക, പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക. നമ്മൾക്ക് അറിയാലോ, ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ പർച്ചേസ് ഓർഡർ അല്ലെ? ബയ്യർ ഇത്ര എമൗണ്ട് കൊടുക്കുന്നു, ഇത്ര എഗ്രിമെന്റ് പ്രകാരം സാധനങ്ങൾ വാങ്ങുന്നു, സെല്ലർക്ക് അവർക്കുള്ള പേയ്മെന്റ് ലഭിക്കുന്നു. അതാണല്ലോ സംഭവം. അങ്ങനെ ഒരു നെഗോഷിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോ നമുക്കറിയാം ഇന്ന ഡേറ്റില് ഇത്ര സാധനങ്ങൾ നമുക്ക് വിതരണം ചെയ്യണം എന്നൊക്കെ ആ അഗ്രിമെന്റിൽ അത് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു വാർ വന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രതിസന്ധി വരികയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോ വേണ്ടത്ര രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ?
അതെന്ന് പറയുന്നത് ഇസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ബയർ ആൻഡ് സെല്ലർ അല്ലെ. അത് ആ ബയറിന്റെ സെല്ലറിന്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമില്ല. എന്തെങ്കിലും ഒരു വാറിന്റെ സാഹചര്യം വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിക്കുകയാണ് അല്ലെ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ സേവനം നമുക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞ പ്രശ്നം കിട്ടില്ല, പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അതെന്നൊക്കെ പറഞ്ഞ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതൊരിക്കലും ഒരു ബയറിന്റെ സെല്ലറിന്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളുമല്ല, ആ എഗ്രിമെന്റിന്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അതാണ് ഞാനിവിടെ പറഞ്ഞത്. പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല്, സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് അതിൽ നിന്നും ബയ്യർക്കും സെല്ലർക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്നതിന് ഈ ഒരു ക്ലോസ് ഉറപ്പുവരുത്തുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കി, റിസ്ക് പർച്ചേസ് ക്ലോസ് ആണ്. റിസ്ക് പർച്ചേസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, failure to supply the goods as per our requirement on the specified date will attract risk purchase from the local market at the available rate. The difference in the rate of our purchase order will be debited to your account. Your account തന്നെ സെല്ലറിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് അത് വേറൊരു ക്ലോസ് ആണ്, റിസ്ക് പർച്ചേസ് ക്ലോസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു സെല്ലർ നമ്മൾ ഒരു സപ്ലയറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സപ്ലയർ അല്ലെങ്കിൽ ആ ഒരു സെല്ലർ അല്ലെങ്കിൽ ആ ഒരു വെണ്ടർ നമുക്ക് കറക്റ്റ് സമയത്തിന് സാധനങ്ങൾ ഡെലിവറി ചെയ്തില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നതിൽ ഡിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയ്യർക്ക് അതേ പ്രൈസില് ലോക്കൽ മാർക്കറ്റിൽ നിന്നും അത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. കാര്യം അവർക്ക് പറഞ്ഞ സമയത്ത് സാധനങ്ങൾ കിട്ടിയില്ല, സപ്ലയർ ആ സാധനങ്ങൾ നൽകുന്നതിൽ ഒന്നുകിൽ അവര് സമയത്തിന് അവര് ഡെലിവറി ചെയ്തില്ല, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനായിട്ട് വൈകി തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്തുണ്ടാവാം, ബയ്യർക്ക് ആ ഒരു എഗ്രീഡ് പ്രൈസിൽ എന്ത് ചെയ്യാം, ലോക്കൽ മാർക്കറ്റിൽ നിന്നും ആ പറഞ്ഞ സാധനങ്ങൾ അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ അതുമൂലം ബയ്യർക്കുണ്ടാവുന്ന ആ ഒരു നഷ്ടം ഉണ്ടല്ലോ, ആ ഫിനാൻഷ്യൽ ആ ഒരു റിസ്ക്, അത് ബെയർ ചെയ്യാനായിട്ട് വഹിക്കാനായിട്ട് ആര് ബാധ്യസ്ഥനാണ്, സെല്ലർ ബാധ്യസ്ഥനാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സെല്ലർ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വൈകുകയോ കാലതാമസം നേരിടുകയോ ചെയ്തു കഴിഞ്ഞാല് ബയ്യർക്ക് എന്താണ്, ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അത് മൂലം ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം വഹിക്കാനായിട്ട് സെല്ലർ അതായത് സപ്ലയർ ബാധ്യസ്ഥനാണെന്നും ന്യായമായ വിലയ്ക്ക് ബയ്യർക്ക് സാധനങ്ങൾ നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന ക്ലോസ് ആണ് റിസ്ക് പർച്ചേസ് ക്ലോസ് എന്ന് പറയുന്നത്. പല സമയത്തിന് സാധനം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ബയ്യർക്ക് എന്ത് വരും, ആ ലോക്കൽ മാർക്കറ്റിൽ ഈ സാധനങ്ങൾ എടുത്ത് മേടിച്ച് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോ നഷ്ടം വന്നിട്ടുണ്ട് ബയ്യർക്ക്. ആ നഷ്ടം ആര് വഹിക്കണം, സെല്ലർ വഹിക്കണം. കാര്യം അയാളുടെ റെസ്പോൺസിബിലിറ്റി കുറവുകൊണ്ടാണ് സാധനങ്ങൾ എത്തിക്കാൻ പറ്റാതിരുന്നത്. അത് മാത്രമല്ല, ബയ്യർക്ക് ന്യായമായ വിലയ്ക്ക് എന്ത് ലഭിക്കുകയും വേണം, സാധനങ്ങൾ സേവനങ്ങളും ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ക്ലോസും കൂടിയാണ് റിസ്ക് പർച്ചേസ് ക്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ all disputes are subject to the jurisdiction of our hospital at Ernakulam. അതുകൂടാതെ ഈ പറയുന്ന ഈ ഒരു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും എല്ലാ ഡിസ്പ്യൂട്ടും ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജൂറിസ്ഡിക്ഷൻ പരിധിക്കുള്ളിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ വരികയാണെങ്കിൽ അതിന്റെ ലീഗൽ പ്രൊസീഡിംഗ്സുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ എറണാകുളത്തായിരിക്കും. അപ്പൊ എറണാകുളം ജൂറിസ്ഡിക്ഷൻ പരിധിക്കുള്ളിലായിരിക്കുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നടക്കം ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. Kindly find the above purchase order intact and send a duplicate copy duly signed and sealed in token of your acceptance. We expect you to effect the supply as per the above terms and conditions. അപ്പൊ നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും നിങ്ങൾ വിലയിരുത്തുക. അതോടൊപ്പം എന്താണ്, നിങ്ങളുടെ ഒപ്പോട് കൂടിയിട്ടുള്ള ഡ്യൂലി സൈൻഡ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ഈ അയക്കുന്ന പർച്ചേസ് ഓർഡറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഞങ്ങൾക്ക് തിരിച്ചയച്ചിരിക്കണം. ആൻഡ് വി എക്സ്പെക്ട് യു ടു എഫക്ട് സപ്ലൈ എടുക്കാത്ത. അതുപോലെ മുകളിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ യുവർ ഫെയ്ത്ത്ഫുള്ളി ആൻഡ് പർച്ചേസ് മാനേജ്. കണ്ടോ, ഒരു പർച്ചേസ് ഓർഡറിന്റെ മോഡലാണ് നിങ്ങൾ കേട്ടോ. ക്ലിയർ ആയോ? അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒരു പർച്ചേസ് ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. അത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവിടെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പർച്ചേസ് ഓർഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഓരോരുത്തരുടെയും എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ പല തരത്തിലായിരിക്കും.
ഓക്കെ, വായിച്ചു കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ കേട്ടോ. എങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ടു കംപ്ലീറ്റ് എ പർച്ചേസ് ഓർഡർ സക്സസ്ഫുള്ളി ഫോളോ ദ സ്റ്റെപ്സ് ബിലോ ട്ടോ. അപ്പോൾ പർച്ചേസ് ഓർഡർ വളരെ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കുന്നതിനായിട്ട് നമുക്ക് താഴെ പറയുന്ന സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ടും അതിനകത്ത് 7 പോയിന്റുകൾ, 7 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ. സെക്കൻഡ് സ്റ്റെപ്പ് ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്. തേർഡ് സ്റ്റെപ്പ് ഡ്രാഫ്റ്റ് എ പർച്ചേസ് ഓർഡർ. ഫോർത്ത് സ്റ്റെപ്പ് സബ്മിറ്റ് ദ പർച്ചേസ് ഓർഡർ ടു ദ സെല്ലർ. ഫിഫ്ത് സ്റ്റെപ്പ് വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ. ആൻഡ് സിക്സ്ത് സ്റ്റെപ്പ് await fulfillment and invoicing. And seventh step pay for the product. ഓക്കെ, ഇത്രയുമാണ് 7 സ്റ്റെപ്സുകൾ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്പുകളാണ് അവിടെ പറയുന്നത്. അത് വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്. ജസ്റ്റ് നമുക്ക് എല്ലാ സ്റ്റെപ്പുകളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ അല്ലെ. എന്ത് ചെയ്യാ? ക്ലിയർലി ഡിഫൈൻ ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് യു വാണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതും വിത്ത് എന്താണ്? ഇൻക്ലൂഡിംഗ് വിത്ത് സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റി. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഫീച്ചേഴ്സും ക്വാണ്ടിറ്റി ഉൾപ്പെടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ. ദാറ്റ് മീൻസ് ഡിഫൈൻ ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് യു വാണ്ട് ഇൻക്ലൂഡിംഗ് വിത്ത് സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്. അതായത് നമുക്ക് എപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സെറ്റ് ദ ഡെലിവറി ഡേറ്റ് ആൻഡ് ടൈം ഫ്രെയിം അല്ലെ. അതായത് നമുക്ക് ആ ഒരു സാധനങ്ങൾ ലഭിക്കേണ്ട ആ ഒരു ഡെലിവറി ഡേറ്റ്, ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ. അത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്യാം അല്ലെ. പർച്ചേസ് ഓർഡർ നമുക്ക് തയ്യാറാക്കാം. ഇത് നമ്മൾ പഠിച്ചതുമാണ്. പർച്ചേസ് ഓർഡറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞാലോ സബ്മിറ്റ് ദ പർച്ചേസ് ഓർഡർ ടു ദ സെല്ലർ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം? പർച്ചേസ് ഓർഡർ ദാറ്റ് ഈസ് സെൻഡ് ടു ദ സെല്ലർ അല്ലെ. സെല്ലർക്ക് അയച്ചു കൊടുക്കുക ത്രൂ ഓൺലൈനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇമെയിലായിട്ടോ ഓൺലൈൻ ഫോമിലോ അല്ലെങ്കിൽ അതർ മെത്തേഡ് ഓഫ് ഫോംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പർച്ചേസ് ഓർഡർ ആർക്ക് സെൻഡ് ചെയ്യാം? സെല്ലർക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അതിനുശേഷം വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ അല്ലെ. നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരു പർച്ചേസ് ഓർഡർ സെല്ലറിന് അയച്ചു കൊടുത്തു. അതായത് കൈപ്പറ്റിയോ ഇല്ലയോ എന്നുള്ളതിന് നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണം അല്ലെ. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ. ദാറ്റ് മീൻസ് റിസീവ് ദ അക്നോളജ്മെന്റ് ലെറ്റർ ഫ്രം ദ സെല്ലർ. സെല്ലറിൽ നിന്നും ആ ഒരു അക്നോളജ്മെന്റ് ലെറ്റർ നമ്മൾ സ്വീകരിക്കണം. ആ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കണം അല്ലെ. ഇതാണ് നമ്മൾ പറഞ്ഞ പർച്ചേസ് ഓർഡറിന് ആവശ്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അല്ലെ, നമ്മളിപ്പോ ഒരു മെസ്സേജ് വിട്ടാലും എന്തൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് കൈപ്പറ്റോ ഇല്ലയോ എന്നുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടണം. ഈ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം അല്ലെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ.
പിന്നെ അടുത്തത് എന്താണ്? await fulfillment and invoicing. await fulfillment and invoicing എന്താണ്? മോണിറ്റർ ദ ഓർഡേഴ്സ് പ്രോഗ്രസ്. നമ്മുടെ ആ പർച്ചേസ് ഓർഡറിന്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ സേവനങ്ങളുടെ എന്താണ് റിസീപ്റ്റുകൾ അല്ലെ, ബില്ലുകൾ നമ്മൾ റിസീവ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതാണ് await fulfillment and ഇൻവോയ്സ്, ബില്ലുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? പേ ഫോർ ദ പ്രോഡക്റ്റ് അല്ലെ. അതിനുശേഷം സെറ്റിൽ ഇൻവോയ്സ്, സെറ്റിൽ ബിൽസ് അക്കോർഡിംഗ് ടു ദ പേയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെ. പേയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബില്ലുകൾ സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് സ്റ്റെപ്പ്. ഓക്കെ, എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പൊ ഓരോന്ന് എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വന്ന് എന്താണ്? ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ അല്ലെ. എന്താണോ വാങ്ങേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. നോക്കാം. ഡിറ്റർമിൻ വിച്ച് ഐറ്റംസ് യു നീഡ് ടു പർച്ചേസ് ഫ്രം ദ സെല്ലർ ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞത് ഡിഫൈൻ ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് യു വാണ്ട് ഇൻക്ലൂഡിംഗ് ഇൻ സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റി. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ സേവനങ്ങളുടെ ഫീച്ചേഴ്സും അതിന്റെ അളവ്, ക്വാണ്ടിറ്റി ഉൾപ്പെടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. എന്നിട്ടോ this determination is often done via a purchase requisition form which is completed by the management and sent to the purchasing department. അപ്പൊ സാധാരണ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചു അല്ലെ, മെറ്റീരിയൽ മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് IMM എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു അവർ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ ആരോട് റിക്വസ്റ്റ് ചെയ്യാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതിപ്പോ മെറ്റീരിയൽ മാനേജറിന്റെ അടുത്താണ് ഇവര് റിക്വസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായിട്ടുള്ള പർച്ചേസ് ഓർഡർ ആർക്ക് കൊടുക്കുന്നത്? സെല്ലർക്ക് അല്ലെങ്കിൽ സപ്ലയർക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവര് സെപ്പറേറ്റ് പോയി പർച്ചേസ് ചെയ്യാണോ ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്. അല്ല അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും അവരൊരു റിക്വസിഷൻ ഫോമിലൂടെ ആരെ അറിയിക്കും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. അവരാണ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായിട്ടുള്ള എന്ത് കൊടുക്കുന്നത്? ഓർഡർ ഈ പറയുന്ന വെണ്ടർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ മനസ്സിലായോ? അങ്ങനെയാണ് ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്. അത് ഇത്രയേ ഉള്ളൂ. ഡെലിവറി ഡേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കണം, എന്താണ് ഡെലിവറി ഡേറ്റ്, ഞാനൊരു ടൈം ഫ്രെയിം കൃത്യമായിട്ട് അവിടെ സെറ്റ് ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവാലുവേറ്റ് യുവർ ബിസിനസ് പ്രാക്ടീസ് ടു ഡിറ്റർമിൻ എക്സാക്ട്ലി വെൻ യു നീഡ് യുവർ പർച്ചേസ് ഓർഡർ ഫുൾഫിൽ. കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ, നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കാനുള്ള ആ ഒരു ഡെലിവറി ഡേറ്റ് ടൈം ഫ്രെയിം അവിടെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ എന്താണ്? ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ അല്ലെ. ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാണ്, ദാറ്റ് മീൻസ് ക്രിയേറ്റ് ചെയ്യാണ്. നോക്കുക. ഇറ്റ് ഇൻക്ലൂഡ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഐറ്റം, ദ ഐറ്റംസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, where applicable, the quantity and the price. അറിയാലോ, ഒരു പർച്ചേസ് ഓർഡറിനകത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓരോ ഐറ്റത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ അതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉൾപ്പെടെ ക്വാണ്ടിറ്റിയും പ്രൈസും ഉൾപ്പെടെ വേണം നമ്മളത് ലിസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ പർച്ചേസ് ഓർഡറിന്റെ ഒരു സാമ്പിള് കണ്ടില്ലേ? അതിനകത്ത് നോക്കിയ ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് കമോഡിറ്റി, എന്ത് സാധനമാണ്, അതിന്റെ സ്പെസിഫിക്കേഷന്റെ റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഉൾപ്പെടെ അതിന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഫോർ ട്രാൻസ്പാരൻസി യു ഷുഡ് ഇൻക്ലൂഡ് ബോത്ത് ദ പ്രൈസ് പെർ ഐറ്റം ആൻഡ് ദ ടോട്ടൽ പ്രൈസ് ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ഈച്ച് ഐറ്റം ദാറ്റ് യു വിൽ ബൈ. കണ്ടോ, ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ട്രാൻസ്പാരൻസിക്കായിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ ഐറ്റത്തിന്റെയും പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റിയും ടോട്ടൽ ക്വാണ്ടിറ്റിയും എഴുതുന്നത് നല്ലതായിട്ട്. അങ്ങനെയാണ് ഈ മോഡൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതായത് ഐറ്റം, അതിന്റെ റേറ്റ്, എത്ര ക്വാണ്ടിറ്റി, റേറ്റ് ടു ക്വാണ്ടിറ്റി ഇത് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് അടക്കം അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ അത് കുറെ കൂടെ ട്രാൻസ്പാരന്റ് ആണ്, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട് അല്ലെ. അത് മാത്രമല്ല, at the bottom of the purchase order you will include a total for all the product on the purchase order. കൂടാതെ നമുക്ക് ആ പർച്ചേസ് ഓർഡറിന്റെ താഴെയായിട്ട് നമുക്ക് ടോട്ടൽ അല്ലെ, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളതും എഴുതാം.
അതും നേരത്തെ സാമ്പിളിൽ നമുക്ക് കാണാം. ടോട്ടൽ ഗ്രോസ് എമൗണ്ട് എന്ന് പറയുന്നത് 9,50,000 കണ്ടോ. അതിൽ ഡിസ്കൗണ്ട് ചെയ്തുള്ള എമൗണ്ട് അടക്കം 9 lakhs എന്ന് പറഞ്ഞ് ടോട്ടൽ എമൗണ്ട് അവരോട് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇത് പർച്ചേസ് ഓർഡറിന്റെ മൊത്തത്തിലായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് അങ്ങനെ വേണം ഒരു പർച്ചേസ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ, ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി എന്ത് ചെയ്താൽ മതി? സബ്മിറ്റ് ദ പർച്ചേസ് ഓർഡർ ടു ദ സെല്ലർ. ആ പർച്ചേസ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യാം? സെല്ലർക്ക് അയച്ചു കൊടുക്കുക അല്ലെ. എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഇമെയിൽ വഴി അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ മറ്റേതെങ്കിലും ഓൺലൈൻ കോൺഗ്രസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പർച്ചേസ് ഓർഡർ ആർക്ക് സെൻഡ് ചെയ്യാം? സെല്ലർക്ക് അയച്ചു കൊടുക്കാം. അതിനകത്ത് send your sales representative or other possible contact the completed purchase order with all the items you need as well as the rate by which you need. അത് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാം. പർച്ചേസ് ഓർഡർ നമ്മൾ അയച്ചു കൊടുക്കുക, സെല്ലർക്ക് അയച്ചു കൊടുക്കുക. അതിനുശേഷം അയാൾ അത് കൈപ്പറ്റിയോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം. വേണ്ടേ? നമുക്ക് അതിനൊരു കൺഫർമേഷൻ കിട്ടണ്ടേ? അതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലെ. വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് receive the acknowledgement letter from the seller. സെല്ലറിൽ നിന്ന് ആ ഒരു പർച്ചേസ് ഓർഡർ കൈപ്പറ്റി എന്നുള്ള അക്നോളജ്മെന്റ് ലെറ്റർ കൺഫർമേഷൻ നമുക്ക് ലഭിക്കണം, ബയർക്ക് ലഭിക്കണം അല്ലെ. ഓക്കെ, ഇഫ് യു ഡു നോട്ട് റിസീവ് എ കൺഫർമേഷൻ കോൺടാക്ട് ദ കമ്പനി ടു ക്വറി അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് യുവർ സബ്മിഷൻ. ഇനി നമുക്കൊരു കൺഫർമേഷൻ, അങ്ങനെ ഒരു കൺഫർമേഷൻ സെല്ലറിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ബയർ ഉടനടി എന്ത് ചെയ്യണം? സെല്ലറിനെ കോൺടാക്ട് ചെയ്യണം അല്ലെ. സെല്ലറിനെ കോൺടാക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളും അതിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ അവരായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? അവൈറ്റ് ഫുൾഫിൽമെന്റ് ആൻഡ് ഇൻവോയ്സ്. അത് വേറെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെ പർച്ചേസ് ഓർഡർ കൊടുത്തു, നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലേക്ക് എത്തി അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? മോണിറ്റർ ദ ഓർഡേഴ്സ് പ്രോഗ്രസ്. നമ്മൾ കൊടുത്ത ഓർഡേഴ്സ് എത്രത്തോളം വേഗത്തിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യണം. അതുപോലെ റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് അല്ലെ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അല്ലെ, ഈ പറയുന്ന റെസീപ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാം. അതുപോലെ തന്നെ ഇൻവോയ്സ് റെസീപ്റ്റുകളൊക്കെ സ്വീകരിക്കാനുള്ളതാണ് അല്ലെ. ഓക്കെ, യു വിൽ റിസീവ് ആൻ ഇൻവോയ്സ് ഫ്രം ദ സെല്ലർ detailing the total of your order and the timeline invoice indicating no outstanding balance. അതോടൊപ്പം പ്രത്യേകിച്ച് ബാലൻസുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പ്രോഗ്രസ്, ആ ഒരു പർച്ചേസ് പ്രോഗ്രസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. ഇൻവോയ്സ് ബില്ലുകളൊക്കെ നമ്മൾ റിസീവ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടുത്ത ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? പേ ഫോർ ദ പ്രോഡക്റ്റ്. നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, if you have an outstanding balance for your order, make sure to pay the invoice for the terms set forth by the seller to complete the fulfillment process for your purchase order. വേറൊന്നുമല്ല, setting the invoices or bills according to the payment terms. Payment terms അനുസരിച്ചുകൊണ്ട് നമ്മുടെ ബില്ലുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. How buyer created a discount. ഡിസ്കൗണ്ട് അവർക്ക് ആവശ്യപ്പെടാം. ഇത്ര രൂപ എന്നുള്ളത് ഡിസ്കൗണ്ട് അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ. എന്തായാലും പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ബയറാണ്. അത് മാത്രമല്ല, സ്ഥിരമായിട്ട് ബയർ സ്ഥിരമായിട്ടൊരു വെണ്ടറിൽ നിന്നായിരിക്കും സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവാം. അത് സെലക്ട് ചെയ്യുന്ന ഒരു വെണ്ടർ ഉണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവാം. അവർക്ക് എന്താ ആവശ്യപ്പെടാം? ഡിസ്കൗണ്ട് അവർക്ക് ആവശ്യപ്പെടാം. ഓക്കെ, എന്നുവെച്ചാൽ ആ ഡീലിങ്സ്, ആ വെണ്ടറുമായിട്ടുള്ള ഡീലിങ്സ് ഒരു തവണ ആയിരിക്കില്ല, ചിലപ്പോൾ പലതവണയായിട്ട് സ്ഥിരമായിട്ട് അവിടേക്ക് സാധനങ്ങൾ വാങ്ങുന്നത് ആ വെണ്ടറിൽ നിന്നായിരിക്കാം. സ്ഥിരമായിട്ട് നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ നോർമലി ഒരു കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ടാവാം. ഓക്കെ, അവര് ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട് അതായിരിക്കാം. ചിലപ്പോൾ വെണ്ടർ, നമുക്കറിയാലോ ഈ ഒരു പർച്ചേസ് ഓർഡർ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളൊരു വെണ്ടറുമായിട്ട് കുറെ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ നെഗോഷിയേഷന്റെ സമയത്തൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പൊ അവർ ഓഫർ ചെയ്ത് ചില ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും, അത് നമുക്കറിയാലോ. അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അതർ ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ടു പർച്ചേസ് ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, ഈ പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ പർച്ചേസ് ഓർഡർ മാത്രമാണോ? അല്ല, പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ ബിസിനസ്സിലെ പല ഡോക്യുമെന്റുകളിൽ ഒരു ഡോക്യുമെന്റ് മാത്രമാണ് പർച്ചേസ് ഓർഡർ.
അതിനോടനുബന്ധിച്ച് മറ്റു പല ഡോക്യുമെന്റ്സുകൾ കൂടെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഡോക്യുമെന്റുകളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അതർ ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ടു പർച്ചേസ് ഓർഡർ നോക്കുക. The purchase order is only one in a series of documents exchanged as this type of business transaction is completed. Okay, നമുക്ക് ഈ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് ഡോക്യുമെന്റ്സുകളിൽ വൺ ഓഫ് ദ ഡോക്യുമെന്റ് മാത്രമാണ് നമ്മുടെ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. And other important documents involved in the purchase include the following. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. മൂന്നെണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലാണ് കേട്ടോ. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇൻവോയ്സ് ഡോക്യുമെന്റ്സ്. അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു പർച്ചേസ് ഓർഡർ സെല്ലർക്ക് അയച്ചു കഴിഞ്ഞാൽ അയാളത് കൈപ്പറ്റിയിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടണം നമുക്ക്. അതിനെന്ത് ചെയ്യണം? സെല്ലർ ഒരു കൺഫർമേഷൻ ലെറ്റർ ഇങ്ങോട്ട് അയക്കണം അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. അപ്പൊ അതിന്റെ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? ബയ്യർ ആണ്. ഇനി ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? അതാരായിരിക്കും? സെല്ലർ ആയിരിക്കും. മാറിപ്പോകരുത് കേട്ടോ. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ബയ്യർ ആണ്. അയാൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് സെല്ലർക്ക് അയച്ചു കൊടുക്കും. സെല്ലർ ആണ് എന്തായിരിക്കുന്നത്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അയക്കുന്നത് അല്ലെ? അയാളത് കൈപ്പറ്റി നിങ്ങൾക്ക് സാധനങ്ങൾ പരിഹരിക്കാം എന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? അത് സെല്ലർ ആണ് കേട്ടോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം പ്രതീക്ഷിക്കാം. മനസ്സിലാക്കി. പിന്നെ വരുന്നത് എന്താണ്? പാക്കിംഗ് സ്ലിപ്പ് ആണ് കേട്ടോ. അതാണ് പാക്കിംഗ് സ്ലിപ്പ് ആണ്. ഇത്രയും ഡോക്യുമെന്റ്സുകളാണ് പർച്ചേസ് ഓർഡറിന് പുറമെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത്രയും മതി. നമുക്ക് ബാക്കിയുള്ളതിന് കൂടുതൽ അറിയില്ല. അപ്പോ ബാക്കി നമുക്ക് നാളത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പർച്ചേസ് ഓർഡർ പ്രോസസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അതിന്റെ പോയിന്റുകളൊക്കെ പോയിന്റ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെയിറ്റ്. പർച്ചേസ് ഓർഡർ purchase, the potential for the audit and financial sector, and it allows the comparison of the actual cost and the expected cost. Okay, then നമ്മൾ കണ്ടത് what elements are included in the purchase order. അല്ലെ, ഒരു പർച്ചേസ് ഓർഡർ കണ്ടിട്ട് എന്തൊക്കെ എലമെന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഒരു പർച്ചേസ് ഓർഡർ സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ആ ഒരു സാമ്പിളിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, കറക്റ്റ് അതിന്റെ പ്രൈസും റേറ്റും ക്വാണ്ടിറ്റിയും അടക്കമാണ്, എമൗണ്ട് അടക്കം ഇൻക്ലൂഡിംഗ് ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അതൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ, എങ്ങനെയാണ് നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 7 സ്റ്റെപ്പുകളാണ്, വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നാളെ നോക്കാനുള്ളത് അതർ ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ടു പർച്ചേസ്. കുറച്ചും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഈ മെറ്റീരിയൽ മാനേജ്മെന്റില് നമ്മൾ തുടക്കം പഠിച്ച ഭാഗങ്ങളില്ലേ, ഇന്റേണൽ ഓഡിറ്റ്, അവിടേക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ഇതൊക്കെ കുറച്ച് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ ഡിപ്ലോമയിൽ മെറ്റീരിയൽ മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്റെ അടുത്ത കാര്യങ്ങൾ
നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.